നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്റെ വിഷമം. കാളീശ്വരി വിളിച്ച് അമ്മയ്ക്ക് പകരം ഞാൻ പ്രദക്ഷിണം വെച്ച പോരെന്ന് ഗിരിയണ്ണൊന്ന് ചോദിച്ചൂടെ? അങ്ങനെ എന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്യാൻ മഹിമ സമ്മതിക്കണ്ടേ? മഹിമയോ? അല്ല, കാളീശ്വരി മാറിപ്പോയതാ. കാളീശ്വരി മഹിമ അവർ തമ്മിൽ മാറിപ്പോയോ? ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ട് സംസാരിച്ചായിരുന്നു. അതൊക്കെ പോട്ടെ, നീ അമ്മ എന്തിനാ ടാക്സി വിളിച്ചു കൊണ്ടുപോയത്? പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോവാനാ? ഇവിടെ കാറ് കിടക്കുന്നത് കണ്ടില്ലേ? നിനക്ക് ലൈസൻസ് ഉള്ളതല്ലേ? ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. വെറുതെ കാലുവേദന മാത്രമുള്ള ഒരാളെ കാറി കയറ്റി ആക്സിഡന്റും കൂടി വരുത്തി വെക്കണ്ടെന്ന് കരുതി. നിന്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. ഡ്രൈവിംഗ് പോലും അറിയാത്ത നീ എങ്ങനെയാ ഡിപ്പാർട്ട്മെന്റിൽ പിടിച്ചു നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോലീസ് ഇപ്പൊ എടുക്കേണ്ട ആവശ്യം വന്നാ നീ പെട്ടുപോകുമല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് സ്റ്റേഷനിൽ ബിജുക്കുട്ടൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എപ്പോഴും ബിജുക്കുട്ടൻ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ? ഇപ്പം നടന്ന സാഹചര്യം എടുത്തു നോക്ക്. അമ്മയ്ക്ക് കാലുവേദനയ്ക്ക് പകരം സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുമായിരുന്നോ? ഒരാൾ ജീവന് വേണ്ടി പോരാടുമ്പോ നീ ടാക്സി വിളിക്കാൻ പോവല്ലേ? കൊള്ളാം. വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെങ്കിൽ നീ ഡ്യൂട്ടി ചെയ്യുമ്പോ അതിനുള്ള സാധ്യത എത്ര കൂടുതലായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ കഴിവുകേട് കാരണം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അതെ, ചിലർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് കാറില്ലാത്തോണ്ടാ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത്. 24 മണിക്കൂർ ഈ വീട്ടിൽ ഒരു കാർ കിടപ്പുണ്ട്. അതെടുത്തൊന്ന് ഓടിച്ചു നോക്കാൻ ഇന്നേ വരെ നിനക്ക്